അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ. ഏറെ പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഹജ്ജിലെ 4 ആയത്തുകളാണ് കഴിഞ്ഞ നാളുകളിൽ ചർച്ച ചെയ്തത്. അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ. 5-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ് ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم. അത്യാവശ്യം വലിയ ഒരായത്താണ് സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്ത്. തുടങ്ങുന്നത് 1-ാമത്തെ ആയത്ത് തുടങ്ങിയ അതേ പ്രയോഗത്തിലാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ. അവിടെ ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയെക്കുറിച്ച് ആണ് ഈ സൂറത്ത് തുടങ്ങിയത്. അതിനുശേഷം അതിൻ്റെ ഭീകരത എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിലുണ്ടാവുക, ഓരോരുത്തരുടെയും മാനസികമായ വെപ്രാളവും ഓരോരുത്തരുടെയും മാനസികമായ അവസ്ഥയും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. ശേഷം 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നാണ്. ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തർക്കിക്കുകയാണല്ലോ, നിങ്ങൾ ജാദല മൈ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ എന്ന് പറഞ്ഞല്ലോ. ഒരു വിവരവുമില്ലാതെ വിവേകവുമില്ലാതെ നിങ്ങൾ തർക്കിക്കുകയാണല്ലോ. ആ തർക്കിക്കുന്നവരോട് പറയാണ് ഇൻ കുൻതും ഫീ റൈബിൻ. റൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂറത്തുൽ ബഖറയിൽ ആ പ്രയോഗമുണ്ടല്ലോ, ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. റൈബ് എന്ന് പറഞ്ഞാൽ സംശയം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മിനൽ ബഅസി, ഈ ആദ്യം നമ്മൾ പറഞ്ഞ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സന്ദേഹമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ. അല്ലാഹ് പറയാൻ, അവിടെ അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പ് എന്നുള്ള മഹാത്ഭുതത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നത് എന്നാണ്. സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഖുർആൻ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യൻ എന്നുള്ള ഈ മഹാപ്രതിഭാസമുണ്ടല്ലോ, എങ്ങനെയാണ് ഈ പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയാണ് മനുഷ്യ സൃഷ്ടിപ്പ്, മനുഷ്യൻ എന്നുള്ള ഞാനും നിങ്ങളുമാകുന്ന ഈ നല്ല ആരോഗ്യ ദൃഢഗാത്രരായ നമ്മളെല്ലാവരും, നമ്മൾ ഓടാനും ചാടാനും നടക്കാനും കളിക്കാനും ചിരിക്കാനും മുഷ്ടി ചുരുട്ടി ആരട നീ എന്ന് ചോദിക്കുന്ന നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് നമ്മളായത്, നമുക്ക് മുന്നേ നമ്മൾ ആരായിരുന്നു എന്ന ഒരു സൂചന ഖുർആൻ തരികയാണ്. ഇത് എന്തിനെങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് പഠിച്ചാൽ, എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത് എന്ന് നമ്മൾ പഠിച്ചാൽ അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധ്യമല്ല. അതാണ് ഖുർആൻ പറയുന്ന ഇവിടെയുള്ള തത്വം. അതിൽ കുറേ ആധുനിക പഠനങ്ങളൊക്കെ നാം ഒന്നുകൂടി ആഴത്തിൽ പഠിക്കുവാൻ വേണ്ടി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നാം സമയം കണ്ടെത്തേണ്ടതാണ്. ഏതായാലും ആയത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, ഉയർത്തെഴുന്നേൽപ്പിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാണ്. ഫ ഇന്ന ഖലഖ്നാകും, നിങ്ങളെ സൃഷ്ടിച്ചതാരാണ്? ഞാനാണ്. അള്ളാഹു പറയാണ്, നാം ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിനെ തുടക്കം മിൻ തുറാബിൻ, തുറാബ് മണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. പിന്നെ സുമ്മ മിൻ നുത്ഫത്തിൻ, സുമ്മ മിൻ അലഖത്തിൻ, സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. എങ്ങനെയാണ് ആ സൃഷ്ടിപ്പിൻ്റെ ഘട്ടം? വളരെ രസകരമായി ഖുർആൻ പറയാണ്. ഖുർആൻ
സൂറത്തുൽ ഇൻസാനിൽ ഈ വിഷയം പറയുന്നുണ്ട്. സൂറത്തുൽ ഇൻസാൻ തുടങ്ങുന്നത് തന്നെ ഹൽ അത അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ എന്ന് പറഞ്ഞിട്ടാണ്. മനുഷ്യനോട് പറയാണ് ലം യകുൻ ശൈഅൻ മദ്കൂറ, നിങ്ങൾ ഇതിനു മുന്നേ ആരായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. ലം യകുൻ ശൈഅൻ മദ്കൂറ, നിങ്ങൾ ഒരു അഡ്രസ് ഇല്ലാത്ത ഒരു കാലഘട്ടം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ച് ആരും അറിയാത്ത ഒരു കാലഘട്ടം ഇതിനു മുന്നേ ഉണ്ടായിരുന്നു. 55 വയസ്സുള്ള ഒരാൾ 56 വർഷം മുന്നേ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അവരുടെ മാതാവിനും അറിയില്ല, പിതാവിനും അറിയില്ല. ഈ ജനിച്ച ഈ 56 വയസ്സുള്ള 55 വയസ്സുള്ള മനുഷ്യനും അറിയില്ല. 55 വയസ്സുള്ള മനുഷ്യൻ 55 വയസ്സും 6 മാസവും മുന്നേ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ആയിരുന്നു. ഇങ്ങനെ ആ 55 വയസ്സുള്ള ഒരാൾ അവൻ്റെ ജനിക്കുന്നതിന് മുന്നേയുള്ള ഓരോ ഘട്ടവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്ഭുതത്തിൻ്റെ അങ്ങേയറ്റത്തിൽ എത്തും. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, അല്ല മനുഷ്യ, പിന്നെ എങ്ങനെയാണ് നീ ഈ അന്ത്യനാളിനെ, ഉയർത്തെഴുന്നേൽപ്പിനെ നീ നിഷേധിക്കുക എന്ന ഒരു ചോദ്യമാണ് ഖുർആൻ ഇവിടെ നമ്മുടെ മുന്നിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ കൃത്യമായി പരലോകത്തെ സ്ഥാപിക്കാൻ അള്ളാഹു നമുക്ക് ഉദാഹരണം പഠിപ്പിച്ചത് മനുഷ്യ സൃഷ്ടിപ്പാണ് എന്നർത്ഥം. അപ്പോൾ സുമ്മ എന്നിട്ട് മിൻ നുതുഫത്തിൻ, നുതുഫത്തിൽ നിന്നാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്നാണ്. നുതുഫത്തി എന്ന് പറഞ്ഞാൽ ബീജത്തിനും പറയാം, അണ്ടത്തിനും പറയാം, രേതസ്കണം. അപ്പോൾ രേതസ്കണത്തിൽ നിന്നുമാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്നാണ്. പിന്നെ പറഞ്ഞത് സുമ്മ മിൻ അലഖത്തിൻ. അപ്പോൾ 3 ഘട്ടങ്ങളെക്കുറിച്ച് ഖുർആൻ പറയാൻ. സുമ്മ മിൻ അലഖത്തിൻ, അലഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അള്ളിപ്പിടിച്ച് നിൽക്കുന്ന അട്ട എന്ന് പറയാം. മുഅല്ലഖത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിത്തൂങ്ങിയത്, അള്ളിപ്പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ മുഅല്ലഖത്തിൻ നമുക്കറിയുന്നൊരു പ്രയോഗമുണ്ടല്ലോ, ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ സൃഷ്ടിച്ചത് അലഖിൽ നിന്നാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് ഇവിടെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. മോറിസ് ബുക്കായി ഇസ്ലാം സ്വീകരിക്കുവാനുള്ള പ്രചോദനമായി പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ഈ ഒരായത്താണ് എന്നാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സുമ്മ മിൻ അലഖത്തിൻ, പിന്നെ അലഖത്തിൽ നിന്നുമാണ് അവന് ഉണ്ടാവുന്നത്. അപ്പോൾ 2ാമത്തെ ഘട്ടം അതാണ്. 3ാമത്തെ സ്റ്റേജ് പറഞ്ഞത് പിന്നെ സുമ്മ മിൻ മുലഗത്തിൻ, മുലഗത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ്. ചവച്ചരക്കപ്പെട്ട ചുയിങ്കം പോലെയുള്ള ഒരു അവസ്ഥയാണ് മുലഗത്ത് എന്ന് പറഞ്ഞാൽ. ചുയിങ്കം ചവച്ചരക്കപ്പെട്ട എങ്ങനെ ഉണ്ടാവുക? പല്ലിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതേപോലെയുള്ള ഒരു സംഗതിയാണ് മുലഗത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സുമ്മ മിൻ മുലഗത്തിൻ മുഖല്ലഖത്തിൻ, അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ. ആദ്യം നുതുഫത്ത്, പിന്നെ അലഖത്ത്, പിന്നെ മുലഗത്ത്. അപ്പോൾ ഖുർആൻ ഈ 3 ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നമ്മൾ 9 മാസം കിടന്നപ്പോൾ ആ 9 മാസം ആകുന്നതിന് മുന്നേ ഒരു 5-ാം മാസം ഉണ്ടായിരുന്നല്ലോ. ആ 5-ാം മാസം നമ്മൾ ആരായിരുന്നു? അതിന് മുന്നേ ഒരു 2-ാം മാസം ഉണ്ടായിരുന്നല്ലോ. ആ 2-ാം മാസത്തിൽ നമ്മൾ ആരായിരുന്നു? അതിന് മുന്നേ ഒരു 1-ാം മാസം ഉണ്ടായിരുന്നല്ലോ. ആ 1-ാം മാസമായപ്പോൾ നമ്മൾ ആരായിരുന്നു? അതിന് മുന്നേ ഒരു 50 ദിവസം മുന്നേ നമ്മൾ ആരായിരുന്നു? അപ്പം ഇങ്ങനെ നോക്കിയാൽ മനുഷ്യൻ ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് ഈ മനുഷ്യനായിട്ടുള്ള ഞാനും നിങ്ങളും ഭൂമിയിലേക്ക് പുറത്തേക്ക് വന്നത് എന്ന് ഖുർആൻ പറയാണ്. ലിനുബയ്യിന ലക്കും, ഇത് നിങ്ങൾക്ക് ഈ രൂപത്തിൽ പറഞ്ഞത് കാര്യങ്ങൾ വിശദമാക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സുമ്മ മിൻ നുതുഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുലഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. അപ്പോൾ രൂപം നൽകപ്പെട്ടതോ രൂപം നൽകപ്പെടാത്തതോ ആയ മുലഗത്ത്, ചാപ്പിള്ളയായി ജനിച്ചേക്കാലോ അല്ലേ? ജനിക്കുമ്പോൾ മനുഷ്യൻ മരിച്ച അവസ്ഥയിലേക്ക് കുട്ടി ജനിച്ചേക്കാം, ചാപ്പിള്ളയായി ജനിച്ചേക്കാം, വൈകല്യമുള്ള അവസ്ഥയിൽ ജനിച്ചേക്കാം. അപ്പം ഏതായാലും ഏത് രൂപത്തിൽ ആണെങ്കിലും ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്? അതിൻ്റെയൊക്കെ ഉത്ഭവം ഒരു രേതസ്കണം ആയിരുന്നു.
അല്ലെ, കോടിക്കണക്കിന് ആ കണക്കുകളൊക്കെ ആ ശാസ്ത്രീയ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഒരു രേതസ്കണത്തിൽ നിന്നുമാണ് ഈ ചാപ്പിള്ളയാണെങ്കിലും അല്ലാത്ത നമ്മെപ്പോലെയുള്ള ആരോഗ്യമുള്ളവരാണെങ്കിലും പുറത്തേക്ക് വന്നത് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇതിലുള്ള പദം നുതുഫത്ത്, അലഖത്ത്, മുലഗത്ത്, മുഹല്ലഖത്ത്, ഇത്രയും പദങ്ങളാണ്, 5 പദങ്ങളാണ് ഇതിൽ പുതിയതായി വന്ന പദങ്ങൾ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ഇതിൽ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.